ഗുഡ് ആഫ്റ്റർനൂൺ സാർ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. സാർ അവിടെ മഴയുണ്ടോ സാറേ? ഒന്നുമില്ല, മഴക്കാരുണ്ട്. ഇവിടെ മഴ. വെരി ഗുഡ്, വെരി ഗുഡ്. ഇടിവെട്ടില്ല, മഴയുണ്ട് സാറേ പെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ സൂര്യ, ഓക്കെ മേഘ. യെസ്, ഓക്കെ ജോബി മോൾ. സാറേ ഞാൻ എറണാകുളത്ത് വരില്ല കേട്ടോ സാർ, പൈസ ഇല്ല സാർ. അനൂപ് കുമാർ എറണാകുളത്ത് വരില്ല സാർ, മറ്റേ ഇനോഗ്രേഷൻ വെച്ചിട്ടുണ്ടല്ലോ. അതെ, ഡേറ്റ് എന്താ പറഞ്ഞേ? പൈസ ഇല്ല സാർ. ഓ, എറണാകുളം വരാൻ വേണ്ടിട്ട് ആ ട്രെയിനിൽ കയറി പോന്നാ പോരെ. അല്ല, 1000 രൂപ അടയ്ക്കണം സാർ നമ്മളവിടെ. യെസ്, അതൊക്കെ മറ്റേ സാർ പറയും, അല്ലെങ്കിൽ ടീച്ചർ പറയും. പൈസ അടച്ച് പിന്നെ ഇവിടുന്ന് ട്രെയിനിലുള്ള പൈസ ഇവിടുന്ന് അങ്ങോട്ടും അവിടെ ഇങ്ങോട്ടും കണ്ടെത്തണ്ടേ സാർ. സബിത ഓക്കെ. യെസ്, പരിഹാരം നോക്കാം. ഓക്കെ, വെയിറ്റ്. നമുക്ക് ആരംഭിച്ചാലോ? അപ്പൊ നമ്മള് റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. റിപ്പോർട്ടർ സ്പീച്ചിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മള് സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അത് ഏത് ടെൻസിലോട്ടാണ് മാറ്റേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മളത് പറഞ്ഞു, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ട് ഉള്ള മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ റിപ്പോർട്ടർ സ്പീച്ച് എന്താണെന്നൊക്കെ ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, ഇനി അത് പറയേണ്ടതില്ല. നമ്മളതിന് സിമ്പിൾ പ്രസന്റ് നമ്മൾ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ടെൻസ് ഒന്ന് മാറ്റുകയാണ്. നിങ്ങൾ ഒരു വാചകം എഴുതുക, അത് കഴിഞ്ഞ ശേഷം നമുക്ക് പറയാം. ഷീ സെഡ്, ഇവിടെ കോമയിൽ എഴുതുക. I made, M-A-D-E, made a cup of tea, T-E-A, tea, in the morning. ഇവിടെ ക്ലോസ് ചെയ്യാം. ഒന്നുകൂടി പറയാം. I made a cup of tea in the morning, she said. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതിന് വ്യത്യസ്തമായ ഒരു സെന്റൻസ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിനെ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റി എഴുതുമെന്ന് പറഞ്ഞു. ഇവിടെ ഇൻവെർട്ടഡ് കോമയുടെ അകത്ത് തന്നിരിക്കുന്ന വാചകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് I made a cup of tea in the morning. I made a cup of tea in the morning. ജോബി മോളെ, അപ്പൊ ഏതായിരിക്കും ടെൻസ്? I made a cup of tea in the morning എന്ന് പറയുമ്പോൾ ഏത് ടെൻസിലായിരിക്കും എന്ന് പറയാൻ പറ്റൂ? യെസ്, ആർക്കെങ്കിലും? സിമ്പിൾ പാസ്റ്റ് ടെൻസ്. ഓക്കെ, ബിലോയി കറക്റ്റ് ആണ്. എങ്ങനെ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാല് സബ്ജക്റ്റ്, വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ പാസ്റ്റ് ആണ് നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആണ്, മേക്ക് പ്രസന്റ് ടെൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് മെയ്ഡ്. അപ്പൊ ഈ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നു, നേരത്തെ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ അതിന് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം. തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിലോ അതിനെ എങ്ങോട്ടാണ് മാറ്റേണ്ടത്? അതിന് മാറ്റേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് മാറ്റണം. ഇങ്ങോട്ട് മാറ്റണം, പാസ്റ്റ് പെർഫെക്റ്റിലേക്ക്. അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നമ്മളൊന്ന് ഓർത്തിരിക്കണം. ആർക്കെങ്കിലും പറയാമോ പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്
വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് പാസ്റ്റ് പെർഫെക്റ്റ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതാണ് പാസ്റ്റ് പെർഫെക്റ്റ്. അപ്പൊ തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുക, തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ ഇങ്ങോട്ട് മാറ്റുക, പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറ്റുക, പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് എഴുതി, ഹാഡ് എഴുതി, പിന്നെ വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ സൂര്യ, അപ്പൊ ഈ വാചകത്തിന്റെ റിപ്പോർട്ട് സ്പീച്ച് എന്ന് പറയാമോ? She said I made a cup of tea in the morning. എന്ത് വരും അപ്പൊ? She said that she had made തന്നെയാണ്. she had made a ഓക്കെ, പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും മെയ്ഡ് തന്നെയാണ് കേട്ടോ. അപ്പൊ she said that she had made a cup of tea. Okay, she had made a cup of tea. സംശയമില്ല എല്ലാവർക്കും? തന്നിരിക്കുന്ന വാചകം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ മാറ്റേണ്ടത് ഏത് ടെൻസിലേക്കാണ്? പാസ്റ്റ് പെർഫെക്റ്റിലേക്കാണ് മാറ്റേണ്ടത്. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, മനസ്സിലാക്കാണ് വിശ്വസിക്കുന്നത്. നമുക്ക് അതൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ പറയാം, അത് ചെയ്ത് നോക്കാം. She said, SAID, said. ഇൻവെർട്ടഡ് കോമ എഴുതുക. I bought, BOUGHT, bought. I bought a chain, CHAIN, chain for my daughter, DAUGHT, daughter, for my daughter. Inverted comma close here. I will repeat the question. She said, I bought, BOUGHT, bought a chain for my daughter. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടി ഒരു ചെയിൻ വാങ്ങി, അവൾ പറഞ്ഞു. അപ്പൊ എന്റെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? അവള് പറഞ്ഞു അവളുടെ മകൾക്ക് വേണ്ടി ഒരു ചെയിൻ വാങ്ങിയാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ സൂര്യ, കറക്റ്റ്. ഓക്കെ മേഘ. സുസ്മിത ഹാഡ് ചേർക്കാൻ വിട്ടുപോയി. ബിനോയ് ചെറിയ മിസ്റ്റേക്ക് ലാസ്റ്റ് പറ്റിയിട്ടുണ്ട്, മൈ എന്നുള്ള സ്ഥലത്ത്. ഷഹന, ഓക്കെ 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 ഓക്കെ. യെസ്, അപ്പൊ ഞാൻ ഈ ആൻസർ വായിക്കാം. She said that she had bought a chain for her daughter. Mimi, my എന്നുള്ളത് മാറ്റിയില്ല, മൈ. ഓക്കെ, അത് മാറ്റുക. നേരിട്ട് പറയുമ്പോഴാണ് മൈ, നമ്മൾ പറയുമ്പോൾ ഹെർ ആക്കാം. ഓക്കെ 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 ഓക്കെ. അനൂപ്, she had bought a chain for her daughter. ഓക്കെ 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 ഓക്കെ. അടുത്തത് he said, SAID, said. You studied, STUDIED, studied English without the help of your teacher. ഒന്നുകൂടി പറയാം. He said, you studied
studied, studied English without the help of your teacher. ഇവിടെ ക്ലോസ് ചെയ്യാം. അപ്പൊ അവൻ പറഞ്ഞു നീ നിന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ ഇംഗ്ലീഷ് പഠിച്ചു. അപ്പൊ എന്ത് നമുക്ക് അവൻ പറഞ്ഞു ഞാൻ എന്റെ ടീച്ചറിന്റെ സഹായമില്ലാതെ ഇംഗ്ലീഷ് പഠിച്ചു. ഓക്കെ, എനിക്കുള്ളൂ. അതിനകത്ത് സബ്ജക്റ്റ് വന്നില്ലല്ലോ, യു എന്നുള്ളതിന് പകരമുള്ള വാക്ക് വന്നില്ലല്ലോ ബിനോയ്. ഓക്കെ സൂര്യ കറക്റ്റ്. ഓക്കെ ബിനോയ്. ഓക്കെ സുസ്മിത. ഓക്കെ മേഘ. ഓക്കെ ജോബി മോൾ. ഓക്കെ, അടുത്ത സംഭാഷണം പറയാം. He said, ഇതൊക്കെ ഫെമിയുടെ ഇംഗ്ലീഷ്. ഫെമി ഓക്കെ, ഷഹാൻ ഓക്കെ, അനൂപ് ഓക്കെ. ഓക്കെ 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 റെഡിയാണ് അനൂപ്? യെസ്. അടുത്തത് he said ഈ ഇൻവെർട്ടഡ് കോമയില് you called 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 me, you called me for morning walk, ഒന്നുകൂടി പറയാം. He said you called me for morning walk. നീ എന്നെ മോർണിംഗ് വാക്കിന് വിളിച്ചു, അവൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ അവൻ അതെഴുതുമ്പോ അവൻ പറഞ്ഞു ഞാൻ അവനെ മോർണിംഗ് വാക്കിന് വിളിച്ചത്. ഓക്കെ, ഓക്കെ സുസ്മിത കറക്റ്റ്. ഓക്കെ മേഘ കറക്റ്റ്. ഓക്കെ അനൂപ്. ഓക്കെ ജോബി മോൾ. ഓക്കെ ഷഹാന. ഓക്കെ ആര്യ കൃഷ്ണൻ. ഓക്കെ ഫെമി. ഓക്കെ, നിങ്ങൾ എഴുതിയത് കറക്റ്റ് ആണ്, കൃത്യമാണ് അത്. ഓക്കെ, ഇനി അടുത്ത ഓക്കെ ബിനോയ്. ഓക്കെ കറക്റ്റ് ആണ്. യെസ്. ഇനി ഞാൻ വീണ്ടും നമുക്ക് റിപ്പോർട്ട് സ്പീച്ചിലോട്ട് മടങ്ങി വരാം. അതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആ ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് മടങ്ങി വരാം.
സാധാരണഗതിയിൽ ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ പറയാറുണ്ട്, 1, 2, 3 പേരെ വിളിച്ച് ഒരു ടീമായിട്ട് നിന്നിട്ട് ആണ് ചോദിക്കാറ്. അപ്പൊ ഇപ്പൊ ഞാൻ അങ്ങനെ ടീമൊന്നും ആക്കുന്നില്ല. കാരണം ആകെ നമ്മൾ 11 പേരേ ഉള്ളൂ. യെസ്. അപ്പൊ ഞാൻ 1-2 ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം പറയാം. ആർക്ക് വേണമെങ്കിൽ ഉത്തരം പറയാം. ഒരാൾ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിച്ച് അടുത്ത ആൾ ഉത്തരം പറയാതിരിക്കേണ്ട. ഉത്തരം ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ. യെസ്. അപ്പൊ ഉത്തരം പറയാം. ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ ഞാൻ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒന്നുകിൽ ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നത്, എച്ച് എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നത് എന്ന് പറയാറുണ്ട്. ഇത് അതൊന്നുമില്ല. യുവർ ആൻസർ ഇസ് സാർ അന്നത്തെ പോലെ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് നടത്തണ ടൈപ്പ് ചെയ്യണ കേട്ടി. ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറഞ്ഞേ. അല്ല, അന്നത്തെ പോലെ ടീം സെലക്ട് ചെയ്തിട്ട് പറയിപ്പിക്കുകയാണല്ലോ നല്ലത്, ടൈപ്പ് ചെയ്യണ കാട്ടി. ഓക്കെ. ഇതിപ്പോ നമുക്ക് അങ്ങനെ നമുക്ക് ചെയ്യാറ്. ഒരെണ്ണം നമുക്ക് ഞാൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഒരെണ്ണം ഒരു സാമ്പിൾ. ഓക്കെ. കാരണം അപ്പൊ എല്ലാവർക്കും ആൻസർ പറയാൻ, ഇപ്പോ ബിനോയിനെ ക്ഷണിച്ചാൽ ബിനോയ്ക്ക് ഉത്തരം പറയാനായിട്ട് പറ്റുന്ന ആളുകൾ വിളിക്കും. അപ്പോ ആരും നമുക്ക് ഒരു ചാൻസ് കൊടുക്കാതിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരെണ്ണം അങ്ങനെ പോട്ടെ. നമുക്ക് പഴയതുപോലെ ആവാം, കുഴപ്പമില്ല. ഇനി ഈ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വാട്ട് യു തിങ്ക് ഫസ്റ്റ്, ദ സഡൻ തോട്ടാണ്. നിങ്ങൾക്ക് കേൾക്കുമ്പോ ഇത് ഇന്നതാണല്ലോ, ആദ്യം വരുന്ന ചിന്തയിൽ ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, അതായിരിക്കും എന്റെ കറക്റ്റ് ആൻസർ. വെറുതെ ഗഹനമായിട്ടൊന്നും ആലോചിച്ചൊന്നും പോകണ്ട. ഫസ്റ്റ് തോട്ട്. ഓക്കെ, ഇത് മുഴുവനും ഒരു ഡാഷ് ആണ്. ആ ഡാഷ് ഇട്ട സ്ഥലത്ത് നിങ്ങൾ ഫില്ല് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയാം. ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോവർബോ അല്ലെങ്കിൽ ഒരു സേയിങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളാണ് ഇത്. ഇപ്പൊ എക്സാമ്പിൾ പറയാം. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ഡാഷ് എന്ന് പറയും. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൂരിപ്പിക്കില്ലേ? എന്താ പൂരിപ്പിക്കുക? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ഡാഷ്. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നുള്ള ആ ഒരു പഴഞ്ചൊല്ലല്ലേ? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് എന്താണ് ബിനോയ്? വിൻസ് ദ റേസ്. ഓക്കെ സുസ്മിത, യുവർ ആൻസർ ഇസ് കറക്റ്റ്. അപ്പൊ സുസ്മിത പറഞ്ഞു റേസ്. ഇത് നമ്മള് എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ, ഒറിജിനലായിട്ട് ചോദ്യത്തിലേക്ക് വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഒറിജിനലായിട്ട് ചോദ്യത്തിലേക്ക് വരികയാണ്. ആർക്ക് വേണമെങ്കിലും ആൻസർ പറയാം. ആൻസർ ടൈപ്പ് ചെയ്യാം. യെസ്. ഓക്കെ. ഒരാള് ഒരു ഉത്തരം പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് അടുത്ത ആൾ പറയാതിരിക്കേണ്ട. യെസ്. The first question. Okay. A picture is worth a dash. ചോദ്യം ഒന്നുകൂടി പറയാം. A picture is worth, WORTH, worth a dash. A picture is worth, WORTH, worth a dash. അവിടെ എന്താ വരാ? ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ ഓക്കെ. അപ്പൊ 3 പേര് ഇതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ് ആണ്. 3 പേരും പറഞ്ഞത്. ബിനോയ് പറഞ്ഞു, സുസ്മിത പറഞ്ഞു, ജോബി മോള് പറഞ്ഞു. ഓക്കെ, പക്ഷെ ആദ്യം പറഞ്ഞത് ബിനോയ് ആയതുകൊണ്ട് ഞാനിവിടെ ബിനോയ്ക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം കേട്ടോ. ആദ്യം പറഞ്ഞത് ബിനോയ്ക്ക് ഒരു പോയിന്റ്, ബാക്കിയുള്ളവർ പറഞ്ഞത് ശരി തന്നെയാണ്. ഓക്കെ. നോക്കിയേ, ആൻസർ കറക്റ്റ് ആണ്. എ പിക്ചർ ഈസ് വർത്ത് 1000 words. 1000 വാക്കുകളേക്കാൾ പവർഫുൾ ആണ് ഒരു പിക്ചർ. സ്കൂളിലേക്ക് സമീപത്ത് നമ്മള് സ്കൂൾ ബാഗുമായിട്ട് പോകുന്ന ഒരു കുട്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ ഡ്രൈവർക്ക് മനസ്സിലാവും തൊട്ടടുത്ത സ്കൂളാണ്, വികൃതിയായ പിള്ളേരാണ്,
അവര് ട്രാഫിക് നിയമങ്ങളൊന്നും നോക്കൂല, ക്രോസ് ചെയ്യും. അതുകൊണ്ട് ഞാൻ വേഗത കുറച്ച് സാവകാശം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണം. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങള് എഴുതുന്നതിനേക്കാൾ ബെസ്റ്റ് ഒരു പിക്ചർ കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോ അത് കറക്റ്റ് ആണ് ഒരു ആൻസർ. ഓക്കെ, എ പിക്ചർ ഈസ് വർത്ത് 1,000 words. Okay, next question. Every cloud has a dash. Every cloud, CLOUD. Every cloud has a dash. Every cloud, മേഘം, every cloud has a dash. Yes, പൂരിപ്പിച്ചോളൂ. യെസ്, ബിനോയുടെ ആൻസർ കണ്ടു. വേറെ ആരെങ്കിലും മറ്റേതെങ്കിലും ആൻസർ? യെസ്. അപ്പോ ബിനോയ്ക്ക് ഞാൻ ഒരു പോയിന്റും കൂടി ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ്. അതാണ് എന്റെ ആൻസർ, സിൽവർ ലൈനിങ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് മേഘമാണെങ്കിലും അതിൻ്റെ അകത്ത് ഒരു സിൽവർ ലൈനിങ്, വെള്ളിയുടെ ഒരു ലൈൻ ഉണ്ടാവുന്ന പറയുന്നത്. അത് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ പറയുന്നത്. ഓക്കെ 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 അമ്മ എനിക്ക് തിരുത്തിക്കൊണ്ടാണ് ബിനോയ് ഉത്തരവെഴുതുന്നത്. വെരി ഗുഡ്. യെസ്, എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ. ഓക്കെ 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 യെസ്. അപ്പൊ നമ്മൾ നോക്കുന്നത്, അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും ഓക്കെ ഓക്കെ ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട്. അത് നമുക്ക് ക്ലൗഡ് എന്ന് പറയാം, മഴമേഘങ്ങൾ, ക്ലൗഡ്. അത്രയും ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടെങ്കിലും അവിടെ എവിടെയെങ്കിലും ഒരു പ്രതീക്ഷയുടെ ഒരു കണിക എവിടെയെങ്കിലും ഉണ്ടാവും. അതാണ് എവരി ക്ലൗഡ് ഹാസ് എ സിൽവർ ലൈനിങ് എന്ന് പറഞ്ഞാൽ. എത്രയും ബുദ്ധിമുട്ടാണെങ്കിലും ഒരു പ്രതീക്ഷയ്ക്ക് പകർന്നു നിൽക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം എവിടെയെങ്കിലും കാണുമെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ്, SAFE, than dash. It is better to be safe than dash. സുസ്മിയുടെ ആൻസർ കണ്ടു. യെസ്, ജോബി മോള് കണ്ടു. ബിനോയുടെ ആൻസർ കണ്ടു. മേഘയുടെ ആൻസർ കണ്ടു. ഓക്കെ 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 ശരിയാണ്, ആൻസർ കറക്റ്റ് ആണ്. സോറി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ആണ്. അപ്പോ ആദ്യം പറഞ്ഞത് സുസ്മിത ആയതുകൊണ്ട് സുസ്മിതയ്ക്ക് ഞാൻ ഇവിടെ ഒരു പോയിന്റ് രേഖപ്പെടുത്തുകയാണ് കേട്ടോ. ആൻസർ പറഞ്ഞത് എല്ലാവരും, നിങ്ങൾക്ക് അത്രയും പേർക്ക് ഉത്തരം അറിയാമെന്ന് നിങ്ങൾ എല്ലാവരും എഴുതിയപ്പോഴേക്കും മനസ്സിലായി. അത് തന്നെ എനിക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, നമുക്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു ബി സേഫ് ദാൻ സോറി. ഇപ്പൊ നമുക്ക് ഈ സോറി എന്ന് പറയുന്ന ഒരു വേർഡ് നമ്മളോട് നമ്മുടെ സുഹൃത്തുക്കളോ അതിന്റെ ആളുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ആശ്വാസമാണ്. കാരണം വേറൊന്നുമില്ല, അവര് തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിന് അവർ ഒന്ന് ക്ഷമ പറയുമ്പോൾ നമുക്കൊരു സന്തോഷം, നമ്മൾക്കൊരു നമ്മുടെ വശത്താണല്ലോ ശരി എന്നുള്ളൊരു തോന്നല്. അതുകൊണ്ടാണല്ലോ അവർ വന്ന് ക്ഷമ പറഞ്ഞത്. ആ സോറി തന്നെ നിങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുന്നിൽ വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഓപ്പറേഷൻ തിയേറ്ററിലെ ഡോറ് തുറന്നുകൊണ്ട് പുറത്തേക്ക് വരുന്ന ഡോക്ടർ നിങ്ങളുടെ തോളെ തട്ടിയിട്ട് പറയുന്നു സോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി, എന്ത് മനസ്സിലായി? ആള് മരിച്ചുപോയി എന്ന്. അപ്പോ മരിച്ചു പോകുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആ സോറിയേക്കാൾ ഏറ്റവും നല്ലത് ഏതാണ്? ടു ബി സേഫ്, സേഫ് ആയിരിക്കുക എന്നുള്ളതാണ്.
Don't say sorry, but be safe. Okay. Next comes very easy question. നാലാമത്തെ ചോദ്യം. Necessity is the mother of dash. Necessity is the mother of dash. ആര്യ പറഞ്ഞു. ബിനോയ് പറഞ്ഞു. സുസ്മിത പറഞ്ഞു. മേഘ പറഞ്ഞു. യെസ്. അപ്പോ ആര്യയും ബിനോയും സുസ്മിതയും മേഘയും പറഞ്ഞ ആൻസർ ഇൻവെൻഷൻ എന്നാണ്. ഇൻവെൻഷൻ എന്നുള്ളത് കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ ആദ്യത്തെ ഉത്തരം വന്നത് ആര്യയുടെ പക്കൽ നിന്നായതുകൊണ്ട് ആര്യക്ക് ഞാനിവിടെ ഒരു പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആര്യക്ക് ഒരു യെസ് ഫസ്റ്റ്. അപ്പൊ നമുക്ക് തുടക്കം തുടങ്ങിപ്പെടുത്തണ്ടേ? യെസ്. ഇത് മത്സരമായിട്ടൊന്നും എടുക്കണ്ട, ചുമ്മാ വെറുതെ തമാശയിൽ എടുത്താൽ മതി. ഫ്രണ്ട്ലി മാച്ച്. ഇപ്പോഴും ബിനോയാണ് മുന്നിൽ നിൽക്കുന്നത്, എന്തിനാണ് പേടിക്കുന്നത്? യെസ്. ഓക്കെ. അപ്പൊ നമുക്ക് പറയാം, നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. അത്യാവശ്യമാണ് കണ്ടുപിടുത്തത്തിന്റെ അമ്മ. ഇൻവെൻഷൻ, കണ്ടുപിടുത്തം. അപ്പൊ പല കാര്യങ്ങളും ലോകത്ത് പല പരീക്ഷണങ്ങളും നടത്തി കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത് ആ കണ്ടുപിടിക്കുക എന്നുള്ളത് ഒരാവശ്യമല്ല, ഒരു അത്യാവശ്യമായി മാറിയപ്പോഴാണ്. അനൂപിന്റെ മറുപടികളൊന്നും വരുന്നില്ലല്ലോ. യെസ്. അടുത്തതിനെ ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രാക്ടീസ് മേക്സ് എ മാൻ ഡാഷ്. പ്രാക്ടീസ് മേക്സ് എ മാൻ ഡാഷ്. സുസ്മിതയുടെ ആൻസർ കണ്ടു, ജോബി മോളുടെ കണ്ടു, ആര്യയുടെ കണ്ടു, മേഘയുടെ കണ്ടു, അനൂപിന്റെ ആൻസർ കണ്ടു. യെസ്. അനൂപ് എഴുതി കണ്ടു. ഓക്കെ 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 ഓക്കെ. യെസ്. നിങ്ങൾ എഴുതി എല്ലാവരുടെയും ആൻസർ കറക്റ്റ് ആണ്. പ്രാക്ടീസ് മേക്സ് എ മാൻ. ബിനോയ്. യെസ്. ഓക്കെ 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 ഓക്കെ. വിട്ടുകളാ, നമ്മുടെ കുട്ടികളല്ലേ, സഹോദരിമാരല്ലേ ബിനോയ്? യെസ്. അപ്പോ ഇതിനകത്ത് സുസ്മിതയാണ് ആദ്യം ആൻസർ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ സുസ്മിതയ്ക്ക് ഒരു പോയിന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയില്ല ബിനോയ്? സാർ ഞാൻ പറയാം ഉത്തരം. എന്റെ അമ്മേനെ കളിയാക്കണത് സാർ. താഴോട്ട് പോയെന്ന് പറഞ്ഞു. അതെ, ഭയങ്കര പതർച്ച, ക്ലിയർ ആവണില്ല സാർ. എന്റെ അമ്മേനെ കളിയാക്കണ സാർ, താഴോട്ട് പോയെന്ന് പറഞ്ഞു. അമ്മേനെ കളിയാക്കണ? ഇതൊരു മത്സരം പറഞ്ഞ അമ്മയോട്. ഇത് ജസ്റ്റ് ഫ്രണ്ട്ലി മാച്ച് ആണെന്ന് പറയാം. അവനെ സമാധാനിപ്പിക്കും. യെസ്. ഓക്കെ 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 ഓക്കെ. ഇപ്പോഴും ബിനോയ് താഴെ പോയിട്ടില്ല. ഈക്വൽ ആൻഡ് ഈക്വൽ ആയിട്ട് നിൽക്കുകയാണ്. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഡോണ്ട് വറി. ഓക്കെ. അമ്മയോട് ഭയപ്പെടേണ്ടെന്ന് പറയാം കേട്ടാ. മകനെ കുറിച്ചുള്ള അമ്മയുടെ കൺസേൺ കണ്ട. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു, നെസസിറ്റി ഇസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Don't count your chickens. Don't count, C-O-U-N-T, count your chickens, C-H-I-C-K-E-N-S, before dash. Don't count your chickens before dash.
Hatch. ഉത്തരം കേട്ടു. Hatch. യെസ്. ജോബി മോൾ ഉത്തരം കണ്ടു. അനൂപിന്റെ കണ്ടു. മേഘ എഴുതിയത് കണ്ടു. ബിനോയ് എഴുതിയത് കണ്ടു. സാർ ഞാൻ ആദ്യം പറഞ്ഞു സാർ. എന്തോ? ഞാൻ ആദ്യം പറഞ്ഞു സാർ ഹാച്ച് എന്ന്. ശരി 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 ശരി. ഇതിപ്പോ മത്സരത്തിന് ഭയങ്കര വൈകാരിക സ്വഭാവം കടന്നു വരെയാണ്. യെസ്. നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ടത് മത്സരമല്ല, ജസ്റ്റ് ഫോർ ഫൺ അല്ലേ അനൂപേ? യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ടൈപ്പ് ചെയ്തതിന് ജോബി മോളാണ് ആദ്യം വന്നത്. പറഞ്ഞപ്പോ ബിനോയാണ് ആദ്യം പറഞ്ഞത്. അപ്പൊ ഇവിടെ തുടങ്ങി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പറയുന്ന ആൾക്കും ആദ്യം എഴുതുന്ന ആൾക്കും ഓരോ പോയിന്റ് കൊടുക്കാം. അപ്പൊ ആ പ്രശ്നം അവസാനിപ്പിക്കുക. കാരണം കുറച്ചു പേർക്ക് പറയാനായിട്ടുള്ള വൈകല്യം ഉണ്ടാവാം, അല്ലെങ്കിൽ അവർ നിൽക്കുന്ന ജോലി സ്ഥലത്തായതുകൊണ്ട് പറയാൻ പറ്റില്ല. യെസ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ജോബി മോൾക്ക് നമ്മൾ ഒരു പോയിന്റ് കൊടുക്കുന്നു, ബിനോയ്ക്ക് നമ്മൾ ഒരു പോയിന്റ് കൊടുക്കുന്നു കേട്ടോ. ഇത് മത്സരമല്ല. ജോബി മോൾ ശരിയാണ് ആര്യ. ഓക്കെ 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 ഓക്കെ. സൗഹൃദമാണ് സൗഹൃദമാണ്. ഓക്കെ 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 ഓക്കെ. യെസ്. അതെ, അവരൊക്കെ ചിരിച്ചു കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അനൂപും ജോബി മോളൊക്കെ. യെസ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞു ഡോണ്ട് കൗണ്ട് യുവർ ചിക്കൻസ് ബിഫോർ ദ ഹാച്ച്. വിരിയുന്നതിന് മുമ്പ് നമ്മൾ കുഞ്ഞുങ്ങൾ എണ്ണി നോക്കരുത്. എൻജോയ്, അത് തന്നെയാണ് പറയാനുള്ളത്. കാരണം വെച്ചാല് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണ് ഈ മുട്ട വിരിഞ്ഞ് അതിന്റെ കുഞ്ഞുങ്ങൾ അത് മുട്ടയിട്ട് അതിന്റെ കുഞ്ഞുങ്ങൾ അടയിരുത്തി അത് വിരിഞ്ഞ് ഇങ്ങനെ നമ്മള് സ്വപ്നങ്ങൾ കണ്ടു പോവില്ലേ? അങ്ങനെ സ്വപ്നങ്ങൾ കാണണ്ട. കാര്യങ്ങൾക്ക് കുറച്ചും കൂടി യാഥാർത്ഥ്യം വേണം എന്നുള്ളതാണ്. ഓക്കെ 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 ഓക്കെ. ശരി. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആബ്സെൻസ് മേക്സ് the heart grow dash. Absence makes the heart grow dash. Founder. Grow founder. Yes. ആര്യയുടെ ഉത്തരം കണ്ടു, അനൂപിന്റെ ഉത്തരം കണ്ടു, മേഘയുടെ ഉത്തരം കണ്ടു. ഓക്കെ 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 ഓക്കെ. അനൂപിന്റെ ഉത്തരം കണ്ടു, ജോബി മോൾ ഉത്തരം കണ്ടു. ഓക്കെ 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 ഓക്കെ. യെസ്. ഓക്കെ 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 ഓക്കെ. ശരിയാണ്. ആൻസർ കറക്റ്റ് ആണ്. ഫോണ്ടർ കറക്റ്റ് ആൻസർ ആണ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. കറക്റ്റ് ആണ്. ഫോണ്ടോ എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം ലൈക്ക് എന്നാണ്. ലൈക്ക് ചെയ്ത് ലൈക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഫോണ്ടോ ഇഷ്ടപ്പെട്ടു. യെസ്. അപ്പൊ നമുക്ക് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആബ്സെൻസ് മേക്സ് ദ ഹാർട്ട് ഗ്രോ ഫോണ്ടർ. നമ്മൾ ചില ആളുകളെ കാണാതിരിക്കുമ്പോഴാണ് അവരെ നമുക്ക് എത്രമാത്രം മിസ്സിങ് ഫീൽ ചെയ്യേണ്ടത് മനസ്സിലാവുന്നത്. എന്നും കാണുന്ന ആളുകളാണ്. അപ്പൊ ഒന്ന് കാണാതിരിക്കുമ്പോഴാണ് അത്രമാത്രം നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കാണാതിരുന്നാൽ വിഷമം തോന്നുന്ന ടൈപ്പുള്ള ആളുകളാണ് അവരെന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. ഓക്കെ. അപ്പൊ ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് ആര്യയാണ് ടൈപ്പ് ചെയ്തപ്പോ ആദ്യം സൂചിപ്പിച്ചത്. ആൻസർ വിളിച്ചു പറഞ്ഞതിൽ അനൂപുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. എന്തോ? ഞാനാണ് ആൻസർ വിളിച്ചു പറഞ്ഞത് സാർ. ആൻസർ വിളിച്ചു പറഞ്ഞതിൽ ബിനോയ്. ഓക്കെ ഓക്കെ. അനൂപല്ല, ബിനോയ്. സോറി സോറി. അനൂപ് വിളിച്ചു പറയുന്നതിന് മുമ്പ് ആര്യ പ്രിന്റ് ചെയ്തായിരുന്നു, ടൈപ്പ് ചെയ്തായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. Question is this: curiosity killed, KILLED, killed dash. Curiosity killed dash. Curiosity killed dash.
സുസ്മിത ആൻസർ പറഞ്ഞിട്ടുണ്ട്, മേഘ ആൻസർ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ബിനോയ് പറഞ്ഞിട്ടുണ്ട്, അനൂപ് പറഞ്ഞിട്ടുണ്ട്, ആര്യ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാവരുടെയും ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ 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 ഓക്കെ. പക്ഷെ സുസ്മിതയാണ് ആദ്യം ഇവിടെ ടൈപ്പ് ചെയ്ത് വന്നത്. അപ്പൊ അതുകൊണ്ട് സുസ്മിതയ്ക്ക് ഞാൻ ഒരു പോയിന്റ് രേഖപ്പെടുത്തുകയാണ്. ഓക്കെ 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 ഓക്കെ. ആൻസർ കറക്റ്റ് ആണ്. ക്യൂരിയോസിറ്റി കിൽഡ് ദ ക്യാറ്റ്. ഓക്കെ, അടുത്തത് ഞാൻ ചോദ്യം പകുതിയാകുന്നതിന് മുമ്പ് ടൈപ്പ് ചെയ്യാൻ പറ്റും. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. Every dog has a dash. Yes. Okay, സുസ്മിത പറഞ്ഞു, അനൂപ് പറഞ്ഞു, മേഘ പറഞ്ഞു, ആര്യ പറഞ്ഞു, അനൂപ് കുമാർ പറഞ്ഞു, ഫെമി പറഞ്ഞു, ജോബി മോള് പറഞ്ഞു, ബിനോയ് പറഞ്ഞു. യെസ്. അപ്പോ സുസ്മിതയാണ് ചാടി വീണത്. അപ്പൊ അതുകൊണ്ട് സുസ്മിതയ്ക്ക് ഞാനൊരു പോയിന്റ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെസ്. അപ്പോ എവരി ഡോഗ് ഹാസ് എ ഡേ. എല്ലാ നായ്ക്കൾക്കും ഉണ്ടാവും ഒരു ദിവസം. നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്ന സ്ഥലത്ത് നമ്മൾ പറയുന്ന വാചകമാണ്, ഞാൻ ഒരു ദിവസം തിരിച്ചു വരും, അന്ന് ഇതിനൊക്കെ ഞാൻ പകരം ചോദിക്കും എന്ന് പറയുന്ന പോലെ ധൈര്യമായിട്ട് പറയാം. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ്. നിങ്ങളുടെ പ്രകടനം സൂപ്പറാണ് കേട്ടോ. എല്ലാവരും ഒന്നിനൊന്നും വെച്ചോളൂ. ഞാൻ വിചാരിച്ചിട്ട് നിങ്ങൾ പറയുള്ളൂ. പക്ഷെ യുവർ പെർഫോമൻസ് ഇസ് വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. Come to the next question, which is very എന്താ പറയുക, ചിന്തിക്കേണ്ട ചോദ്യം. ചോദ്യം ഇതാണ്: good things come to those dash. Good things come to those dash. Good things. ജോബി മോളുടെ ഉത്തരം കണ്ടു, ജോബി മോള് കണ്ടു, മേഘ കണ്ടു, അനൂപിന്റെ ഉത്തരം കണ്ടു, ഫെമി കണ്ടു. ഓക്കെ 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 ഓക്കെ. ആര്യ കൃഷ്ണയുടെ ഉത്തരം കണ്ടു. ഓക്കെ 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 ഓക്കെ. എല്ലാവരുടെ ഉത്തരം കറക്റ്റ് ആണ്. ബിനോയ്, ഓക്കെ ബിനോയ്, ഓക്കെ 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 ഓക്കെ. എല്ലാവരും ഉത്തരം കറക്റ്റ് ആണ്. നമുക്ക് പറയാം, ഗുഡ് തിങ്സ് കം ടു ദോസ് ഹു വെയിറ്റ്. ആരാണോ അധിക സമയം വെയിറ്റ് ചെയ്യുന്നത്, കാത്തു നിൽക്കുന്നത്, അവരെ തേടിയാണ് നല്ല സംഗതികൾ വരുന്നത്. ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇതിനകത്ത് ജോബി മോളുടെ ആൻസർ ആണ് ആദ്യം വന്നത്. അപ്പൊ അതുകൊണ്ട് ജോബി മോൾക്ക് ഒരു പോയിന്റ് രേഖപ്പെടുത്തുന്നുണ്ട്. യെസ്. Next question. The grass is always greener dash. The grass is always greener dash. സുസ്മിതയുടെ ആൻസർ കണ്ടു, ഫെമിയുടെ കണ്ടു, മേഘയുടെ കണ്ടു, ആര്യയുടെ കണ്ടു, ബിനോയ് എഴുതിയത് കണ്ടു, ജോബി മോളുടെ കണ്ടു. ഓക്കെ ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉത്തരം അറിയാമെന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അനൂപിന് എഴുതിയിട്ടുണ്ട്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത്രയും പേർക്ക് അത് അറിയാം എന്നുള്ളത് തന്നെ വളരെ നല്ല കാര്യമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. സ്പീഡിന് പിള്ളേരാണ് ബിനോയ്. ഓക്കെ 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 ഓക്കെ. യെസ്. ഓക്കെ 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 ഓക്കെ. അവരെ ഈ ചോദ്യം പകുതിയാകുമ്പോഴൊക്കെ ടൈപ്പ് ചെയ്ത് ആരംഭിക്കും. ഞാൻ അതാണ് ചോദ്യം സാവകാശം പറയേണ്ടത്. കാരണം അപ്പോഴൊക്കെ അവർ എത്തും ആൻസറിലേക്ക്. ഓക്കെ, നല്ല ഇന്റലിജന്റ് ആണ് എല്ലാവരും. വെരി ഗുഡ്, വെരി ഗുഡ്. പക്ഷെ ആദ്യത്തും പറഞ്ഞത് സുസ്മിതയാണെങ്കിലും ഇത്രയും പേർക്ക് ഉത്തരം അറിയാലോ, അത് വളരെ നല്ല കാര്യമാണ്. അപ്പൊ ഞാൻ സുസ്മിതയ്ക്ക് ഒരു പോയിന്റ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഓക്കെ, യെസ്. വീണ്ടും പറയുന്നു, ഇത് മത്സരമല്ല. ആര്യ പറഞ്ഞ പോലെ മത്സരങ്ങളിലേക്ക് ഇത് പോകേണ്ട. വെരി സിമ്പിൾ. ഓക്കെ ഓക്കെ ഓക്കെ. സൗഹൃദമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് വരാം. ദ ഗ്രാസ് ഈസ് ഓൾവേസ് ഗ്രീനർ. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച, അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് നമ്മൾ പറയാറ്. അപ്പൊ അതുകൊണ്ട്
on the other side. It's the correct answer. Very good, very good. Next question. Cleanliness. CLEANLINESS. Cleanliness is next to dash. Cleanliness is next to Susmira answer kandu, Joby Mola kandu, Megada kandu, Binoy എഴുതിയിട്ടുണ്ട്, ഫെമി എഴുതിയിട്ടുണ്ട്, ആര്യ എഴുതിയിട്ടുണ്ട്, അനൂപ് എഴുതിയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇത്രയും പേർക്ക് ഉത്തരം അറിയാമെന്ന് അറിഞ്ഞപ്പോ തന്നെ വളരെയധികം സന്തോഷമായി. അപ്പോ ഇവിടെയും സുസ്മിതയുടെ ആൻസർ ആണ് ആദ്യം വന്നത്. അതുകൊണ്ട് ഞാൻ സുസ്മിതയ്ക്ക് ഒരു പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുവരെ ക്രിസ്മസിനൊക്കെ ഒരു പോയിന്റ് കിട്ടിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് the last question. The last question. Question is this: don't bite, bite, bite the hand dash. Don't bite the hand dash. ജോബി മോള് എഴുതി, ബിനോയ് എഴുതി, ആര്യ എഴുതി, സുസ്മിത എഴുതി, അനൂപ് എഴുതി, മേഘ എഴുതി, യെസ്, ഫെമി എഴുതി, യെസ്. ഓക്കെ 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 ഓക്കെ. യുവർ ആൻസർ ഈസ്, എല്ലാവരുടെ ആൻസർ കറക്റ്റ് ആണ്. നമ്മൾ മലയാളത്തിൽ പറയാം, പാല് തരുന്ന കൈക്ക് കൊത്തരുത് എന്നൊക്കെ പറയാറില്ല. ആ പ്രോവർബിലാണ് ഈ സാധനം വന്നിരിക്കുന്നത്. ഡോണ്ട് ബൈറ്റ് ദ ഹാൻഡ് ദാറ്റ് ഫീഡ്സ് യു. നിങ്ങൾക്ക് ഭക്ഷണം തരുന്ന കരങ്ങളിൽ കൊത്തരുത്, കടിക്കരുത്. ഓക്കെ ഓക്കെ. അപ്പോ ഇതിന്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും പേര് എഴുതിയാണ്, കറക്റ്റ് ആണ്. ആദ്യം ഉത്തരം എഴുതിയത് ജോബി മോൾ ആയതുകൊണ്ട് ഞാൻ ജോബി മോൾക്ക് ഒരു പോയിന്റ് ഇതിനകത്ത് മാർക്ക് ചെയ്യും. ഓക്കെ 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 ഓക്കെ. അപ്പോ ചോദ്യങ്ങൾ അവസാനിക്കുകയാണ്. നിങ്ങളുടെ പ്രകടനം മനോഹരമായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഇത്രയും മനോഹരമായിട്ട് നിങ്ങൾ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോ നിങ്ങൾ നിസ്സാരക്കാരല്ല, നിങ്ങൾ ഭയങ്കര സംഭവമാണ്. ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഞാനൊന്ന് വായിക്കാം. ഓക്കെ ഫെമി, ഓക്കെ മേഘ, യെസ് ജോബി മോൾ. ഓക്കെ, അപ്പോ ഇതിന്റെ അകത്ത് ആര്യ, അപ്പൊ ഇതിനകത്ത് സുസ്മിത, ഓക്കെ. ആരെയും ഞാൻ ചെറുതായിട്ട് കാണില്ല, കാരണം ടൈപ്പ് ചെയ്യാനായിട്ടുള്ള വേഗത കുറവായത് കൊണ്ട് ഉത്തരം വരാൻ വൈകിപ്പോയ പല ആൾക്കാരുണ്ട്. ചിലപ്പോ ഒരു പക്ഷേ ആദ്യത്തെ ഒരാൾ ഉത്തരം പറഞ്ഞു, ഇനി പറഞ്ഞിരുന്ന കാര്യം എന്ന് വിചാരിച്ചിട്ട് ടൈപ്പ് ചെയ്യാതിരുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇത് അറിയാം, അതുകൊണ്ട് തന്നെ കൂടുതൽ മാർക്ക് കിട്ടിയവര് വിജയിച്ചു എന്നുള്ള രീതിയിൽ എടുക്കണ്ട, എല്ലാവരും വിജയിച്ചവർ തന്നെയാണ്. രണ്ട് കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം: പരീക്ഷയിൽ വിജയിക്കുന്നതും ജീവിതത്തിൽ വിജയിക്കുന്നതും രണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, മത്സരമായിട്ട് എടുക്കണ്ട. നേരത്തെ ആര്യ ഒരു കമന്റ് ഇട്ടു, ടെററായിട്ട് പോകുന്നുണ്ടോ എന്ന് കമന്റ് ഇട്ടു. യെസ്, ഓക്കെ. അപ്പൊ ആര്യക്ക് 2 പോയിന്റാണ് ലഭിച്ചിട്ടുള്ളത്, ജോബി മോൾക്ക് 3 പോയിന്റാണ് ലഭിച്ചിട്ടുള്ളത്, ബിനോയ്ക്ക് 5 പോയിന്റാണ് ലഭിച്ചിട്ടുള്ളത്. അത് 3 എണ്ണത്തിന് ഉത്തരം എഴുതുകയും 2 എണ്ണത്തിന് ഉത്തരം പറയുകയും ചെയ്തു. ഓക്കെ, അങ്ങനെ 5 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സുസ്മിതയ്ക്ക് 6 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. സുസ്മിതയ്ക്ക് 6 പോയിന്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏറ്റവും കൂടുതൽ സുസ്മിതയ്ക്കാണ്. അതിന് താഴെ ബിനോയ്, അതിന് താഴെ ജോബി മോൾ, അതിന് താഴെ ആര്യ എന്ന് വിചാരിച്ചിട്ട് ഇതൊരു കുറഞ്ഞു പോയവര് ഇതാണ് അല്ലെങ്കിൽ ഗ്രേഡ് കുറഞ്ഞു എന്ന് വിചാരിക്കേണ്ട. രണ്ടെണ്ണത് നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് വിവരം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ഒട്ടും പഠിക്കാത്ത ആൾക്കാരിക്കും വിവരം ഉണ്ടാവുക. യെസ്, ഓക്കെ 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 ഓക്കെ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ,
Okay, Femi. Okay. Yes. Okay. Yes. അപ്പോ നിങ്ങൾക്ക് കുറച്ചു നേരം ഈ പാസീവ് വോയിസ് ഒക്കെ പറയുമ്പോൾ അല്ല റിപ്പോർട്ട് സ്പീച്ച് ഒക്കെ പറയുമ്പോൾ അതിന്റെ ആ ഒരു ഹാങ് ഓവറിൽ നിന്നൊന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് സൂചിപ്പിച്ചത്. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് സിമ്പിൾ പാസ്റ്റിൽ തന്നെ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് അല്ല കുറച്ച് ആലോചിച്ച് ചെയ്യാവുന്ന തരത്തിലുള്ള ഒന്ന് രണ്ട് വാചകങ്ങൾ ഞാൻ പറയാം. അത് ചെയ്യാൻ പറ്റും നോക്കാം. ചോദ്യം ഇതാണ്, എഴുതിക്കോളൂ. വീണ്ടും നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മടങ്ങി വരെയാണ്. ഓക്കെ, ചോദ്യം ഇതാണ്. ഹി സെറ്റ്. സിമ്പിൾ പാസ്റ്റ് ബിനോയ്. ഹി സെറ്റ്. ഇനി ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. when did they come? COME, come. Question mark ഇട്ട. Inverted comma close ചെയ്യാം. Okay, I will repeat the question. He said, when did they come? അവൻ പറഞ്ഞു എപ്പോഴാണ് അവർ വന്നത്. ഓക്കെ, എഴുതിക്കോളൂ. ഇത് നിങ്ങളുടെ ഞാനൊരു ഭാവനയ്ക്ക് വിട്ടുന്നതാണ്. ഓക്കെ ബിനോയ്, വെരി ഗുഡ്. ഓക്കെ യോബി മോൾ. ഓക്കെ മേഘ. ഓക്കെ അനൂപ്, വെരി ഗുഡ്. യെസ്. ഓക്കെ സുസ്മിത. ഓക്കെ, അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ ചെയ്യില്ല എന്ന്, പക്ഷെ നിങ്ങൾ ചെയ്തു, മനോഹരമായിട്ട് ചെയ്തു. ഓക്കെ, ഇവിടെ ഞാൻ ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പറയുന്നതാണ്. ഡിഡ് പിന്നെ കമ്മുണ്ട്. അപ്പൊ ഡിഡും പിന്നെ കമ്മും കൂടി വരുമ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഈ ചോദ്യം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ചിന്തിക്കാം. He said when they came എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. അപ്പോ he asked when they had come. Okay. Next question.
ചോദ്യം ഇതാണ്, ഇവിടെ കോമന്റ് ആരംഭിക്കും. വൈ WHY, വൈ didn't, DIDN apostrophe T, DIDN apostrophe T, did not തന്നെ didn't. Why didn't you come in the morning? Why didn't you come in the morning? Comma, Pradeep, PRADEEP, Pradeep. Inverted comma close here. Inverted comma close here. എന്നിട്ട് എഴുതുക asked the teacher. Asked the teacher. I will repeat the question. Why didn't you come in the morning? Pradeep asked the teacher. Okay. ചെയ്യാൻ പറ്റുന്നൊക്കെ അത് ഡിഡ് നോട്ട് ഹാഡ് നോട്ട് കേട്ടോ. ജോലിമോളെ ഹാസ് ആണ് എഴുതി പോയത്. പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ. ഓക്കെ ബിനോയ്. ഓക്കെ ജോബി മോൾ. വെരി ഗുഡ്. രണ്ടുപേരെ എഴുതിയുള്ളൂ. ഓക്കെ മേഘ. ഓക്കെ സുസ്മിത. ഓക്കെ അനൂപ് കുമാർ കറക്റ്റ് ആണ്. ഓക്കെ മേഘ. ഓക്കെ ഇവിടെ എഴുതിയത് ആൻസർ എഴുതി മേഘ എഴുതിയത് ദ ടീച്ചർ ആസ്ക്ഡ് പ്രദീപ് വൈ ഹി ഹാഡ് നോട്ട് കം ഇൻ ദ മോർണിംഗ്. ഓക്കെ അതാണ് എഴുതിയത്, ശരിയാണ്. അത് തന്നെ വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും. ഈ റിപ്പോർട്ടിൽ തന്നെ വേറൊരു രീതിയിൽ എഴുതാൻ പറ്റും.
യെസ്, നമ്മളിവിടെ നോക്കിയേ, ആൻസർ കണ്ട ഞാൻ വായിക്കുന്നത് ദ ടീച്ചർ ആസ്ക്ഡ് പ്രദീപ്. ആ പ്രദീപ് എന്നുള്ള വഴി നമുക്ക് അവിടെ കളയാം. വൈ എന്നിട്ട് ഒരു ഹീ കൊടുത്തിട്ടില്ലേ, അവിടെ പ്രദീപ് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. ദ ടീച്ചർ ആസ്ക്ഡ് വൈ പ്രദീപ് ഹാഡ് നോട്ട് കം ഇൻ ദ മോർണിംഗ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ് ആൻസർ, തന്നെയാണ് സെയിം തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പ്രദീപ് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിന്റെ നമ്മൾ ഹീ എന്ന് ഉപയോഗിക്കുകയാണ്. അതിപ്പോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം പ്രദീപ് എന്ന് പറയാതെ ആ ഹീ എന്നുള്ള സ്ഥലത്ത് പ്രദീപ് എന്നുള്ള ഉപയോഗിച്ചും പറയാം. ഓക്കെ 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 ബിനോയ്. ഓക്കെ, പ്രദീപ് ഹാഡ് നോട്ട് കം ഇൻ ദ മോർണിംഗ്. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ രീതി. ഓക്കെ ഓക്കെ, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ എഴുതുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടത്. യെസ്, ഓക്കെ. അടുത്തൊരു വാചകം ഇൻവെർട്ടഡ് കോമയിൽ എഴുതുക. വൈ WHY why didn't DIDN''T why didn't you sing SING sing. ഒന്നുകൂടി പറയാം. Why didn't you sing? ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യാം. said 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 Mr. MR എന്നിട്ട് കുത്തിട MR Mr. Singh SINGH Mr. Singh to Mrs. MRS എന്നിട്ട് കുത്തിട MRS Mrs. Singh SINGH. ഓക്കെ, ചോദ്യം അപ്പൊ ഇതാണ്, വൈ ഡിഡ്ന്റ് യു സിംഗ്? എന്തുകൊണ്ട് നിങ്ങൾക്ക് പാടിക്കൂടാ? മിസ്റ്റർ സിംഗ് മിസ്സസ് സിംഗിനോട് ചോദിച്ചു. ഓക്കെ, ഇപ്പൊ എഴുതിയതുപോലെ എഴുതാം. ജോബിമോളെ ക്യാഷ് അല്ലല്ലോ, നേരത്തെ എഴുതിയപ്പോഴും ഹാഷ് ആണ് വന്നത്. ഫസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ 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 ഓക്കെ. ജോബി ഓക്കെ, ബിനോയ് ഓക്കെ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. ഓട്ടെ ബിനോയി, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. യെസ്, ഓക്കെ. അനൂപ് കുമാർ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അടുത്തൊരു ടെൻസിന്റെ ചേഞ്ചസ് നമുക്ക് പറയാം. ഓക്കെ, വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഗുഡ് ബൈ.